കായിക ജീവിതത്തിനിടയിൽ എപ്പോഴോ ആണ് ചലച്ചിത്രരംഗം സ്വപ്നം കണ്ടു തുടങ്ങിയത്. നാവികസേനയിൽ നിന്ന് ശാപമോക്ഷം ലഭിച്ചത് പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞാണ്. ചില ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ സിനിമയിലെ അഭിനയത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചു. സുമുഖനായ ഒരു വില്ലന്റെ മുഖം പ്രേക്ഷകർ കണ്ടു. പിന്നീട് നായകനായി. ജയിക്കാനായി ജനിച്ച ശ്രീ ജയന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ പാദമുദ്രകളിൽ. മലയാള സിനിമയിൽ നായകനും ഉപനായകനും വില്ലനും പുതിയ ഭാവങ്ങൾ നൽകിയ ജയന്റെ ചിത്രങ്ങൾ കാണാൻ സിനിമയുടെ പേര് പോലും നോക്കാതെയാണ് പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് ഒഴുകിയിരുന്നത്. അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം ആസ്വാദകരുടെ ഹൃദയത്തെ ത്രസിപ്പിക്കുന്ന നിമിഷങ്ങളായിരുന്നു ജയൻ സമ്മാനിച്ചത്. സിനിമ ഏതായാലെന്ത്, ജയനുണ്ടോ അത് മതി എന്ന ഭാവമായിരുന്നു അക്കാലത്ത് ഭൂരിപക്ഷം പ്രേക്ഷകർക്കും. 1974 ശാപമോക്ഷം എന്ന ചിത്രത്തിലൂടെയാണ് ജയൻ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് ചെറിയ വേഷങ്ങൾ ജയന് ലഭിച്ചു തുടങ്ങി. ഇവയിൽ പലതും വില്ലൻ വേഷങ്ങളായിരുന്നു. ചെറിയ വില്ലൻ വേഷങ്ങളിൽ നിന്നും പ്രധാന വില്ലൻ വേഷങ്ങളിലേക്കും ഉപനായക വേഷങ്ങളിൽ നിന്നും നായക വേഷങ്ങളിലേക്കുമുള്ള ജയന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. പുരുഷ സൗന്ദര്യത്തിന്റെ താരത്തിളക്കം മലയാള സിനിമയിൽ അരങ്ങേറ്റപ്പെടുന്നത് ജയനിലൂടെയായിരുന്നു. പുത്തൻ അഭിനയ ശൈലിയും ഗംഭീര ശബ്ദവും കത്തുന്ന സൗന്ദര്യവും കൊണ്ട് ജയൻ മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറി. ജയന്റെ എടുത്തു പറയേണ്ട ചില സിനിമകളാണ് പഞ്ചമി, അഭിനിവേശം, ഇതാ ഇവിടെ വരെ, അച്ചാരമമണി ഓശാരമോമന, കണ്ണപ്പനുണ്ണി, മദനോത്സവം, കൽപ്പവൃക്ഷം, ശരപഞ്ചരം, ലിസ, പുതിയ വെളിച്ചം, മാമാങ്കം, ശക്തി, നായാട്ട്, കരിമ്പന, ഇടിമുഴക്കം, തടവറ, കോളിളക്കം എന്നിവ. ജയൻ എന്ന നടന് ആദ്യ ബ്രേക്ക് നൽകിയത് സംവിധായകനായ ഹരിഹരനാണ്. ഹരിഹരൻ സംവിധാനം ചെയ്ത ശരപഞ്ചരത്തിലാണ് ജയൻ ആദ്യമായി നായകനാകുന്നത്. 1974 മുതൽ 80 വരെയുള്ള 6 വർഷങ്ങളിൽ ഒരു തമിഴ് ചിത്രം ഉൾപ്പെടെ 116 ചിത്രങ്ങളിൽ ജയൻ വേഷമിട്ടു. ശാപമോക്ഷം മുതൽ കോളിളക്കം വരെ ജയൻ അഭിനയിച്ച മിക്ക ചിത്രങ്ങളും സൂപ്പർ ഹിറ്റുകളായിരുന്നു. ജയനെ ജനകീയനാക്കിയ സിനിമയായിരുന്നു അങ്ങാടി. IV ശശിയായിരുന്നു അങ്ങാടിയുടെ സംവിധായകൻ. അങ്ങാടിയിലെ അഭ്യസ്ത വിദ്യനായ ചുമട്ടുതൊഴിലാളിയുടെ വേഷത്തിൽ ജയൻ ഗർജിക്കുമ്പോൾ ആ സ്വരഗാംഭീര്യത്തിൽ കോരിത്തരിച്ച് ഇംഗ്ലീഷ് ഭാഷ അറിയാത്തവർ പോലും കൈയടിച്ചു. പുരുഷ സൗന്ദര്യത്തിൻ്റെയും സാഹസികതയുടെയും ആൾരൂപമായി ചലച്ചിത്ര പ്രേമികൾ എന്നും ആരാധിക്കുന്ന ജയന്റെ യഥാർത്ഥ പേര് കൃഷ്ണൻ നായർ എന്നായിരുന്നു. സിനിമയിൽ വരുന്നതിന് മുൻപ് വീട്ടിലും നാട്ടുകാർക്കിടയിലും ബേബി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. 35-ാം വയസ്സിൽ മാത്രം സിനിമയിലെത്തിയ ജയൻ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് 1-ാം നമ്പർ നായക പദവിയിലെത്തിയത്. അഭിനയ മുഹൂർത്തങ്ങളോട് ജയന് വലിയ താല്പര്യമായിരുന്നു. കഠിനമായ പരിശ്രമത്തിലൂടെയാണ് അദ്ദേഹം സ്വന്തമായൊരു സിംഹാസനം തീർത്തത്. വീടിനടുത്തുള്ള മലയാളി മന്ദിരം സ്കൂളിൽ നിന്നാണ് ജയൻ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നീട് ഗവൺമെൻറ് ബോയ്സ് സ്കൂളിലും പഠിച്ചു. പഠനത്തിലും കായികരംഗത്തും മിടുക്കനായിരുന്ന അദ്ദേഹം നന്നായി പാട്ടുപാടുമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ NCCയിൽ ബെസ്റ്റ് കേഡറ്റായി ജയൻ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതുവഴിയാണ് നേവിയിലേക്ക് പ്രവേശനം ലഭിച്ചത്. 15 വർഷം ജയൻ ഇന്ത്യൻ നേവിയിൽ സേവനമനുഷ്ഠിച്ചു. ചീഫ് പെറ്റി ഓഫീസർ പദവിയിലിരിക്കെയാണ് രാജിവെച്ചത്. പ്രേം നസീർ എന്ന താരചക്രവർത്തി മലയാള സിനിമ അടക്കി ഭരിച്ചിരുന്ന കാലത്തായിരുന്നു ജയൻ എന്ന പ്രതിഭാസത്തിന്റെ ആരംഭം. ജയനും പ്രേം നസീറും ഒന്നിച്ച സിനിമകൾ അന്നത്തെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റുകളായിരുന്നു. നല്ല ബലിഷ്ഠമായ ശരീരവും പുത്തൻ അഭിനയ ശൈലിയും ഘനഗാംഭീര്യമായ ശബ്ദവുമായിരുന്നു ജയനെ മറ്റു നടന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കിയത്. ജയൻ നടക്കുന്നത് പോലെ നടക്കുക, ജയൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുക, ജയൻ്റേതുപോലുള്ള ബെൽബോട്ടം പാൻറ് ധരിക്കുക, ഇതൊക്കെയായിരുന്നു അക്കാലത്ത് യുവാക്കളുടെ ആഗ്രഹം. അഭിനയത്തിൽ അതുവരെ നിലനിന്നിരുന്ന ശൈലി തകർത്തെറിഞ്ഞുകൊണ്ടായിരുന്നു ജയന്റെ സിനിമാ പ്രവേശം. ജോസ് പ്രകാശ്, ജയഭാരതി എന്നിവരുമായുള്ള പരിചയമാണ് ജയനെ സിനിമയിലേക്ക് എത്തിച്ചത്. പൂട്ടാത്ത പൂട്ടുകൾ എന്ന തമിഴ് ചിത്രത്തിലും ജയൻ അഭിനയിച്ചിട്ടുണ്ട്. ഡ്യൂപ്പുകളെ ഉപയോഗിക്കാത്ത ഒരു നടനായിരുന്നു ജയൻ. മറ്റു നായകന്മാർക്ക് വേണ്ടി ഡ്യൂപ്പുകൾ അടികൂടുമ്പോൾ ജയൻ അത് സ്വന്തമായി ചെയ്യുമായിരുന്നു. അതിരുകടന്ന ഈ സാഹസികതയാണ് ഒടുവിൽ ജയന്റെ ജീവനെടുത്തത്. കൊട്ടാരം വീട്ടിൽ മാധവൻ പിള്ളയുടെയും ഓലയിൽ ഭാരതിയമ്മയുടെയും മൂത്ത മകനായി 1939 ജൂലൈ 25 കൊല്ലം ജില്ലയിലെ തേവള്ളിയിലാണ് കൃഷ്ണൻ നായർ എന്ന ജയൻ ജനിച്ചത്. കോളിളക്കം എന്ന സിനിമയിലെ ഒരു സാഹസിക രംഗത്തിന്റെ ചിത്രീകരണത്തിനിടയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് ജയൻ അകാല മൃത്യുവടഞ്ഞത്. ആദ്യ ടേക്കിൽ തന്നെ ഓക്കെയായ ആ രംഗം രണ്ടാമതും ഷൂട്ട് ചെയ്യാൻ ജയൻ തന്നെയാണ് സംവിധായകനെ നിർബന്ധിച്ചത്. അത് മരണത്തിലേക്കുള്ള റീടേക്ക് ആയിരുന്നു. 1980 നവംബർ 16 തൻ്റെ 41-ാമത്തെ വയസ്സിൽ മരണമടഞ്ഞ മലയാളികളുടെ പ്രിയപ്പെട്ട നടനായ ജയൻ ഇന്നും ഞങ്ങളുടെ കൂടെ ജീവിക്കുന്നു. അദ്ദേഹം അവിസ്മരണീയമാക്കിയ കഥാപാത്രങ്ങളിലൂടെ. അടുത്തയാഴ്ച മറ്റൊരു താരത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം.